നിസ്കാരം വളരെ ഗൗരവ, ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നവുമില്ല, അല്ലെങ്കിലോ മഹാ അപകടമാണ്. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്രയോ ശ്രദ്ധയിൽപ്പെട്ടതാണ്. നിസ്കാരത്തിൽ നമ്മളൊക്കെ ഇതെല്ലാവരും ആണും പെണ്ണും ശ്രദ്ധിക്കണം. നിസ്കരിക്കുന്നത് നമ്മൾ കൂട്ടുവായിടും. ഉദാഹരണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ഈ കൂട്ടുവായനോട് കൂടെ തന്നെ ഓതുമ്പം ഹർഫുകളൊന്നും ശരിയാവില്ല, അപ്പോൾ ആ ഓത്ത് ശരിയാവില്ല. കൂട്ടുവായന്റെ നേരത്ത് പരമാവധി ശബ്ദമല്ലാതെ കൂട്ടുവായ നല്ല അമർത്തി പിടിക്കാൻ ശ്രദ്ധിക്കുക. ആ നേരത്ത് ഓത്ത് നിർത്തുക. ആ സമയത്ത് ഓത്ത് നിർത്തണം. ഉദാഹരണം അർറഹ്മാനിർ റഹീം മാലിക്, ആ സമയത്താണ് വായിൽ കയ്യൊക്കെ ശബ്ദം താഴ്ത്തലും ശബ്ദം നല്ല അടച്ചു നിർത്തലും ഒക്കെ നല്ലതാണ്. എന്നിട്ട് അവിടെ ഓത്ത് നിർത്തിയിട്ട് അതിന്റെ മുമ്പ് തന്നെ അർറഹ്മാനിർ റഹീം വീണ്ടും ഓതി തുടങ്ങും. അതിനോട് കൂടെ തന്നെ ഓത്ത് ഇങ്ങനെ പോയാൽ നിസ്കാര അറഫുകളൊന്നും ശരിയാകും. മറ്റൊരു കാര്യം, നിസ്കാരത്തിൽ നമ്മൾ തുമ്മി അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്തുണ്ട്. പക്ഷെ അത്തഹിയാത്തിന്റെയോ ഫാത്തിഹന്റെയോ ഇടക്കാണോ ഈ അൽഹംദുലില്ലാഹ് പറഞ്ഞത് എങ്കിൽ ഫാത്തിഹയും അത്തഹിയാത്തും തലക്ക മുതൽ കൊടണ്ടല് നിർബന്ധമാണ്. നിസ്കരിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ സലാം പറഞ്ഞ് വഅലൈക്കും മുസ്സലാം എന്ന് മനസ്സുകൊണ്ട് മടക്കാം. ഒരിക്കലും വായ കൊണ്ട് വഅലൈക്കും മുസ്സലാം മടക്കാൻ പാടില്ല. അപ്പൊ തന്നെ നിസ്കാരം ബാത്തിലാവും. ഒരാൾ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു യർഹമുക്കല്ലാഹ് എന്ന് പറയാൻ പാടില്ല, നിസ്കാരം ബാത്തിലാവും. ഒരാളോട് സംബോധനം വരാൻ പാടില്ല നിസ്കാരത്തിൽ. നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട അതിപ്രധാന വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ്